അല്ല, വത്സൻ തില്ലങ്കേരിയായിട്ട് ഒറ്റ മാത്രമല്ല, ഇപ്പോൾ അതിന് മുമ്പ് തന്നെ RSSൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. അത് കഴിഞ്ഞ് രാം മാധവുമായി ചർച്ച നടത്തി. ഇപ്പോൾ ADGP ലോ ആൻഡ് ഓർഡറിന് ഈ RSS നേതാക്കന്മാരുമായി നിരന്തരമായ ചർച്ചകൾ നടത്തേണ്ട എന്താവശ്യമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ADGPയെ സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയും BJPയും തമ്മിലുള്ള RSSും തമ്മിലുള്ള പാലമാണ് ADGP ലോ ആൻഡ് ഓർഡർ. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിച്ചില്ല. പക്ഷേ PV അൻവർ അവരോടൊപ്പം നിന്നയാളാണ്. PV അൻവർ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അദ്ദേഹം തുറന്ന് പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്കത് പൂർണ്ണമായി വിശ്വസിക്കേണ്ടതായി വന്നത്. അപ്പോൾ RSSുമായി നിരന്തരമായി RSS നേതാക്കന്മാരുമായി നിരന്തരമായി ചർച്ച ചെയ്യേണ്ട എന്താവശ്യമാണ് ലോ ആൻഡ് ഓർഡർ ADGP ലോ ആൻഡ് ഓർഡറിനുള്ളത്? സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരാളെ വടിവെച്ച് കണ്ട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഗസ്റ്റ് ഹൗസ് വെച്ച് ആരെങ്കിലും കണ്ടാൽ സംസാരിച്ചെന്ന് വരും. അതല്ല, ഇവിടെ വളരെ ബോധപൂർവമായി തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് RSS നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി പോയി കാണുക. അങ്ങനെ 2-3 സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട RSS നേതാക്കന്മാരുമായി സംസാരിക്കുന്ന 4 മണിക്കൂർ നേരം വത്സൻ തില്ലങ്കേരിയായിട്ട് എന്ത് സംസാരിക്കാനാണ്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ കോവിഡിന് ശേഷം ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നത് PR ഏജൻസിയുടെ സഹായത്തോടെയാണ്. PR ഏജൻസികൾ പറയുന്നത് പോലെ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ PR ഏജൻസി ഡൽഹിയിൽ പുറത്തുവിട്ടതാണ്. അപ്പോൾ PR ഏജൻസി പറയുന്നതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു ഏർപ്പാടാണ്, അതിപ്പോഴും തുടർന്നു. ഈ നവകേരള സദസ്സ് തന്നെ PR ഏജൻസി പറഞ്ഞിട്ടാണ്. അത് പൊളിഞ്ഞു പോയെങ്കിലും അവരുടെ ഒരു ഐഡിയ ആയിരുന്നു നവകേരള സദസ്സ്. കോൺഗ്രസിന് അങ്ങനെ PR ഏജൻസി ഒന്നും ഇല്ല. ഇല്ല, അങ്ങനെ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കോ PR ഏജൻസികളൊന്നുമില്ല. അത് ഞങ്ങൾ ഇലക്ഷൻ സമയം വരുമ്പോൾ ഇലക്ഷന് വേണ്ടി സഹായിക്കാൻ വേണ്ടി പാർട്ടി ചിലപ്പോൾ ചിലരെ എല്ലാ പാർട്ടികളും ചുമതലപ്പെടുന്നതാണ്. അല്ലാണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊന്നും അവരുടെ പ്രവർത്തനമില്ല. അങ്ങനെയില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവർ. അത് തുടരും. കേരളത്തിൻ്റെ സാഹചര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. അതെ, മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമല്ലേ KPC പ്രസിഡന്റ് പറഞ്ഞത് കറക്റ്റാണ്. അന്ന് തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യമാണ് വന്നിരിക്കുന്നത്. ഈ PR ഏജൻസി അത് ഇംഗ്ലീഷിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് PR ഏജൻസി ഇംഗ്ലീഷിലാക്കി ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിലൊരു മാറ്റവുമില്ല.